മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിലെ ഒരു പുതിയ ചാപ്റ്ററാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. According Standard 3, all manufacturing and financing companies which are listed in stock exchange or all commercial or industrial and business enterprise whose wholesaler sales are more than 50 crore per year, അതായത് 50 കോടിയിലധികം കൂടുതൽ സെയിലുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും എന്ത് പ്രിപ്പയർ ചെയ്യണം? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം. അപ്പം കമ്പൽസറിയാണ് 50 crore കൂടുതൽ സെയിലുള്ള കമ്പനികൾ മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷ് എങ്ങനെ വന്നു, ക്യാഷിൻ്റെ ഇൻഫ്ലോ, ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻറ്റു ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഇൻറ്റു ആൻഡ് ക്യാഷ് ഔട്ട് of an organization. The flow of cash into the business is called cash inflows. ബിസിനസ് സ്ഥാപനത്തിലേക്ക് വരികയാണെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയും. അതിനെ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ എന്നും കൂടിയും പറയും. ആൻഡ് ഫ്ലോ ഓഫ് ക്യാഷ് ഔട്ട് ഓഫ് ദ ഫേം, ബിസിനസ് സ്ഥാപനത്തിൽ പുറത്തേക്കാണെങ്കിൽ അതിനെ ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയും, അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ ഓഫ് ക്യാഷ് ഈസ് ദ നെറ്റ് ക്യാഷ് ഫ്ലോ. What are the objectives of a cash flow statement? To determine cash requirement, എത്ര ബിസിനസ് സ്ഥാപനത്തിലേക്ക് ക്യാഷ് വേണം. ടു ഡിറ്റർമൈൻ ക്യാഷ് പൊസിഷൻ, ബിസിനസ് സ്ഥാപനത്തിൻ്റെ ക്യാഷ് പൊസിഷൻ എങ്ങനെയുണ്ട്, ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും. എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ക്യാഷ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ അവിടെ ക്യാഷിനെ മാനേജ് ചെയ്യാൻ പറ്റും. എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ക്യാഷ് മാനേജ്മെൻറ്റ്. ടു ഐഡൻറ്റിഫൈഡ് ലിക്വിഡിറ്റി പൊസിഷൻ, ടു ഹെൽപ്പ് ഇൻ ഡിവിഡൻഡ് ഡിസിഷൻ. അല്ലെ, ക്യാഷായിട്ട് ഡിവിഡൻഡ് കൊടുക്കണം, ലാഭവിഹിതം ക്യാഷായിട്ട് കൊടുക്കണം, അത് എത്ര കൊടുക്കണം എന്നുള്ള ഡിസിഷൻ സഹായിക്കുന്നു, ഡിവിഡൻഡ് ഡിസിഷനെ സഹായിക്കുന്നു. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ പ്രോപ്പർ മാനർ. അടുത്തതായി ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ്. 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണുള്ളത്. 3 രീതിയിലാണ് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോയും വരുന്നത്. ഒന്ന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസാണ്, രണ്ടാമത്തത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, മൂന്നാമത്തത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഈ 3 രീതിയിലാണ് ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും വരുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അതിൽ ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ അകത്തുള്ള ക്യാഷ് ഇൻഫ്ലോസ് ഏതൊക്കെയാണ്? ക്യാഷ് സെയിൽസ് ക്യാഷ് ഇൻഫ്ലോ ആണ്. റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ക്യാഷ് ഇൻഫ്ലോ ആണ്. കമ്മീഷൻ ആൻഡ് ഫീസ് റിസീവ്ഡ്, റോയൽറ്റി റിസീവ്ഡ്, ഇതൊക്കെ ക്യാഷ് ഇൻഫ്ലോ ആണ്. അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. ക്യാഷ് ഔട്ട്ഫ്ലോസ് ക്യാഷ് പർച്ചേസ്, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, പേയ്മെൻറ്റ് ഓഫ് വേജസ്, ഇൻകം ടാക്സ് പെയ്ഡ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ഇതൊക്കെ ക്യാഷ് ഔട്ട്ഫ്ലോയാണ്. ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും. അടുത്തത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, വർക്കിംഗ് ക്യാപിറ്റൽ റിസീവ്ഡ്, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവർ, ഇതൊക്കെ ഇൻഫ്ലോയാണ്. ക്യാഷ് ഔട്ട്ഫ്ലോസ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, ഇതൊക്കെ ക്യാഷ് ഔട്ട്ഫ്ലോയാണ്.
ക്യാഷ് ബിസിനസ് സ്ഥാപനത്തിലേക്ക് പുറത്തു പോകുന്നതും ക്യാഷ് ബിസിനസ് സ്ഥാപനത്തിലേക്ക് വരുന്നതും. ഇതൊക്കെയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും. അടുത്തത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസുമാണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻ ക്യാഷ് ഇൻഫ്ലോസ് ആണ്. ഷെയറുകൾ ഇഷ്യൂ ചെയ്താൽ ക്യാഷ് ബിസിനസ് സ്ഥാപനത്തിലേക്ക് വരും. അതേപോലെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ ലോങ് ടേം ബോറോയിങ്സ്, ഇതൊക്കെ ക്യാഷ് ഇൻഫ്ലോ ആണ്. ഏതിൽ വരുന്നതാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ. പേയ്മെൻറ്റ് ഓഫ് ലോണ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. നമ്മൾ ലോൺ എടുത്ത് തിരിച്ചടക്കുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ പുറത്തേക്ക് പോകുന്നു, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അതായത് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് റീപേയ്മെൻറ്റ് നടത്തുമ്പം ക്യാഷ് തിരിച്ചു പോകുന്നു, ഔട്ട്ഫ്ലോ ആണ്. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഔട്ട്ഫ്ലോ ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ്, റീപേയ്മെൻറ്റ് ഓഫ് ഫിനാൻസ്, ഇതൊക്കെ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഇത്രയാണ് 3 ആക്ടിവിറ്റീസുകൾ: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇതിൽ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 2 മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡുണ്ട്. 2 രീതിയിലും നോക്കണം. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ചിലപ്പം നിങ്ങളോട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രം കാണാൻ വേണ്ടിയിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതല്ല എസ്എ ടൈപ്പ് ആണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് 3 ആക്ടിവിറ്റീസുകളും ഒരുമിച്ചായിരിക്കും ചോദിക്കുക. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, അത് 3ഉം കൂടി ഒരുമിച്ചായിരിക്കും ചിലപ്പം ചോദിക്കുക. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും ഫിനാൻസിങ് ആക്ടിവിറ്റീസും ഒരുമിച്ച്. ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രമാണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതും ഡയറക്റ്റ് മെത്തേഡാണ്, ഓർമ്മിക്കുക. ഡയറക്റ്റ് മെത്തേഡ് ആകുമ്പം ക്യാഷ് റിസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റുമാണ് എടുക്കുക. ക്യാഷ് റിസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റും. ക്യാഷ് റിസീപ്റ്റിൻ്റെ അത് ക്യാഷ് സെയിൽസ്, കമ്മീഷൻ ആൻഡ് ഫീസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതൊക്കെയാണ് ക്യാഷ് റിസീപ്റ്റിൽ വരിക. അതിൻ്റെ ടോട്ടൽ ഇടുക. അതേപോലെ ക്യാഷ് പേയ്മെൻറ്റിൻ്റെ അകത്ത് പർച്ചേസ്, പേയ്മെൻറ്റ് ടു എംപ്ലോയീസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഡയറക്റ്റ് ടാക്സ്, അതിൻ്റെ ടോട്ടലും ഇടുക. എന്നിട്ട് ക്യാഷ് റിസീപ്റ്റിൽ നിന്ന് ക്യാഷ് പേയ്മെൻറ്റ് കുറച്ചാൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. വളരെ സിമ്പിളാണ്. ഡയറക്റ്റ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക, ഈ ഫോർമാറ്റ് വൃത്തിയിൽ വരച്ചെടുക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.